വിശകലന വിധേയമാക്കേണ്ട, രാഷ്ട്രീയമായി പരിശോധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട തോൽവികൾ, ഒന്ന് ഉദയനിധി സ്റ്റാലിൻ്റെതാണ്, മറ്റൊന്ന് മമതാ ബാനർജിയുടേതാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി വെസ്റ്റ് ബംഗാൾ പിടിച്ചടക്കാൻ BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുകയായിരുന്നു. അവർക്ക് അവസാനം വിജയത്തിലെത്താൻ സാധിച്ചത് SIRലൂടെയാണ്. 7 ലക്ഷം ആളുകളെ പുറംതള്ളിക്കൊണ്ടാണ് BJP അവിടെ അധികാരം പിടിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഫാഷിസ്റ്റ് നയങ്ങളെ എതിർത്ത 3 മുഖ്യമന്ത്രിമാർ, ഒന്ന് മമതാ ബാനർജി, 2 ഉദയനിധി സ്റ്റാലിൻ, 3 പിണറായി വിജയൻ. ഈ 3 ആളുകളും പുറത്തേക്ക് പോകുമ്പോൾ മോദി ഗവൺമെന്റിന്റെ കടുത്ത വിമർശകരായ 3 ഐക്കണുകൾ പരാജയപ്പെട്ടത് ഇന്ത്യയുടെ വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് കരുത്തു കുറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPയുടെ പല നയങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് സാധിച്ചിരുന്നു. NRC, CAA ഉൾപ്പെടെയുള്ള വർഗീയ ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പാക്കാതിരിക്കാൻ ചെറുത്തുനിൽപ്പ് പ്രകടിപ്പിച്ച കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഗവൺമെൻറ്റുകളുടെ പരാജയം വർഗീയ വിരുദ്ധ ചേരിയെ ക്ഷയിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPയുടെ ഫാഷിസ്റ്റ് നയങ്ങളോട് നരേന്ദ്രമോദിയോട് കടുത്ത രീതിയിൽ വിമർശനങ്ങളും എതിർപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് നിലനിൽക്കാൻ കോൺഗ്രസിന്, UDFന് സാധിക്കും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിലെ പരാജയം കേവലം ഒരു സംസ്ഥാനത്തെ പരാജയം മാത്രമല്ല, ശ്രീലങ്കയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും വിവിധ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന തമിഴ് ഡയസ്പറയുടെ ആ വലിയ തമിഴ് സംസ്കാരത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കേവലം ഒരു നടനെ, രാഷ്ട്രീയമായ മറ്റു പരിചയങ്ങളില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. നോർത്ത് ഇന്ത്യയെയും ഹിന്ദിയെയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയെ കടന്നാക്രമിക്കുന്ന BJPയെ ചെറുത്തു തോൽപ്പിക്കാൻ രാഷ്ട്രീയമായ, ആദർശപരമായ ഉൾക്കരുത്ത് വിജയിക്കുണ്ടോ എന്ന കാര്യം സംശയാസ്പദമാണ്. തമിഴ്നാട്ടിലെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്യൂറോക്രസി വളരെ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് ഭരണപരമായ പരാജയം അവിടെ സംഭവിക്കും എന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയമായ പോരാട്ടങ്ങളുടെ, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭൂമികയായിരുന്നു തമിഴകം. ആ തമിഴകത്ത് രാഷ്ട്രീയമായ ഉള്ളടക്കമില്ലാത്ത, ഐഡിയോളജി ഇല്ലാത്ത ആൾക്കൂട്ടങ്ങളുടെ ബേസിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ് സംസ്കാരത്തെ സംരക്ഷിക്കാൻ, ദ്രാവിഡ സംസ്കാരത്തെ സംരക്ഷിക്കാൻ, ഹിന്ദിയുടെ കടന്നുകയറ്റത്തെ തടയാൻ, നോർത്ത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പിനെ ചെറുത്തു തോൽപ്പിക്കാൻ, BJPയുടെ ഫാഷിസ്റ്റ് ഐഡിയോളജികളെ ചെറുത്തു തോൽപ്പിക്കാൻ, ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന മാരകമായ ആയുധങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഉൾക്കരുത്തും ഐഡിയോളജിയും രാഷ്ട്രീയമായ ഉള്ളടക്കവും വിജയിയുടെ പാർട്ടിക്കുണ്ടോ എന്നത് സന്ദേഹമുണർത്തുന്ന കാര്യമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഫാഷിസ്റ്റ് നയങ്ങളെ ചെറുക്കുന്ന ചേരിയുടെ പരാജയം കൂടിയാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത്.